എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് മാനേജർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, കൂടാതെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആണ്. കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നോക്കാം. മാനേജർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MBA അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ എൻ ഈക്വലൻറ്റ് PG ഡിഗ്രിയാണ് വേണ്ടത്. കൂടാതെ മിനിമം 5 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ആവശ്യമാണ്. ഇനി മാർക്കറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ PSUവിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ടെൻഡറിങ്ങിലൊക്കെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ IT സ്കിൽസ് ഉണ്ടായിരിക്കണം. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളവും ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വരുന്നത്. പ്രായപരിധി 40 വയസ്സിന് താഴെയായിരിക്കണം. ശമ്പളം പെർ മന്ത് 45,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. ഇനി അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് BDE ആണ്. കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. 11 മാസത്തേക്കായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് റിന്യൂ ചെയ്ത് കിട്ടുന്നതാണ്. ഈ 2 തസ്തികയിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ജോലിയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ തസ്തികയിലേക്ക് യോഗ്യത വേണ്ടത് ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ ഇൻ BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ BBM ആണ്. വിത്ത് ഗുഡ് IT നോളജ് ഉണ്ടായിരിക്കണം. ഇവിടെയും എക്സ്പീരിയൻസ് വേണം. 3 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇൻ ദ ഫീൽഡ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫയൽ മെയിൻറ്റെയിനിങ് സിസ്റ്റം ആൻഡ് IT ഡൊമൈൻസിലാണ് യോഗ്യത വേണ്ടത്. പ്രായപരിധി 30 വയസ്സിന് താഴെയായിരിക്കണം. ശമ്പളം 25,000 ആണ് പെർ മന്ത്. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ 2 തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 17 വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് സ്ക്രൂട്ടണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ പ്രോസസ്സിനായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കും. അങ്ങനെ സെലക്ട് ആവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് 200 KB താഴെയായിരിക്കണം. സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെയായിരിക്കണം. CVയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും JPEG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് 3 MB താഴെയായിരിക്കണം. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ SMS വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് www.cmd.kerala.gov.in. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 17 ആണ്. അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.